ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നായകനെ അതിന് മുമ്പ് മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ മൂന്നുപേരും ഒന്ന് മിങ്കിൾ ചെയ്ത് സെറ്റായി. പക്ഷേ അവനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇത് ആരാണ് എന്താണ്. ഫസ്റ്റ് ഷൂട്ടിന് നിൽക്കുമ്പോഴാണ് ഫേസ് കാണുന്നത്. പക്ഷേ ഒരു 2 ദിവസം ആയപ്പോഴത്തേക്ക് നല്ല ബോണ്ടായി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാണെങ്കിലും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട് നമ്മൾ. നമ്മള് അടിയൊഴുക്കുള്ളെന്തോ സ്ഥലമാണെന്ന് കരുതിയത്, പക്ഷേ ഇത് കുഞ്ഞൊരു കലഞ്ഞായിരുന്നു. അതിന്റെ റിസ്ക് കാരണം സാർ അത് ആ സ്പോട്ടില് അത് മൊത്തത്തിൽ മാറ്റിയിട്ട് അതിലും നന്നായിട്ടൊരു സീനാണ് ആ സ്പോട്ടിൽ പ്ലാൻ ചെയ്തത്. അത് നമ്മളെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. ചുട്ടുമരിക്കണ ചൂപാമ്പ് ഒബാമ വന്ന് വിളിച്ചു. ഡിസംബർ 22 റിലീസാവുന്ന അടിയന്തരാവസ്ഥ കാലത്ത് അന്വേഷണ എന്ന സിനിമയിലെ ഒരു പ്രധാന വേഷം ചെയ്യുന്ന 3 പേരാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. അപ്പോൾ നിങ്ങളെ എന്തെങ്കിലും സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ആദിൽ. എൻ്റെ വീട് കായംകുളം, ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോൾ ഒരു എൻജിനീയറിംഗ് കഴിഞ്ഞിട്ടിരിക്കുന്നു. എൻജിനീയറിംഗ് കഴിഞ്ഞു. എൻ്റെ പേര് ശ്രീദത്ത് നാട്. എൻ്റെ വീട് ആലപ്പുഴ ജില്ലയിൽ കായംകുളം എന്ന സ്ഥലത്താണ്. വീട് അടുത്തടുത്താണ്. പരിചയമില്ല. സിനിമയ്ക്ക് വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറിയ ഷോർട്ട് ഫിലിമും കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്താണ് സിനിമയിലേക്ക് വന്നത്. എൻ്റെ പേര് സംഗീത്, പ്ലേസ് കൊല്ലം. ഞാൻ IT എംപ്ലോയി ആണ്. ഞാൻ സിനിമ തന്നെയാണ് ഇഷ്ടം. ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരം ലഭിച്ചാണ് സന്തോഷം. 3 പേരുടെ ആദ്യത്തെ സിനിമയാണോ ഇത്? അതെ, ആദ്യത്തെ സിനിമ. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? ഓഡിഷൻ വഴിയാണ്. എല്ലാവരും ഓഡിഷൻ വഴി തന്നെയാണ്. നമുക്ക് ഇങ്ങനെ ഫേസ്ബുക്കിലും ഇപ്പോൾ ഈ കോവിഡിന് ശേഷം കൂടുതൽ ഓൺലൈനിൽ ഇങ്ങനെ വരുന്നത് എത്ര ഏജിൽ ഉള്ള ആളാണ്. അങ്ങനെ കണ്ടിട്ട് ആക്ച്വലി നമ്മൾ അയക്കുകയും സാർ വിളിക്കുകയും നേരിട്ട് കാണണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഓക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ അയക്കുന്നത് എല്ലാവരും? അത് കുറെ അയച്ചിട്ടുണ്ട്. ഓഡിഷനൊക്കെ കുറേ പോയിട്ടുണ്ട്. എവിടെ ഒരു ഇത് കണ്ട് കാസ്റ്റിംഗ് കോൾ കണ്ടാലും അതിലൊക്കെ അയക്കാം. അപ്പൊ അഭിനയം ഭയങ്കര ആഗ്രഹമായിരുന്നു 3 പേർക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഓഡീഷൻസിന് അയച്ചത്. ഫസ്റ്റ് കിട്ടുന്ന ഇതാണ്, 3 പേർക്കും ആദ്യമായിട്ട് കിട്ടുന്ന ഇതാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ ഒരു എക്സ്പീരിയൻസ്? നമ്മൾ ഇങ്ങനെ ഒരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോലെ. അതിപ്പോ അഷ്റഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറാണ്. അതെ അതെ. അവരെല്ലാം ഡയറക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരും ഇദ്ദേഹത്തിന് ഇത്ര വരെയും ഇത്രയും സെറ്റും ഒക്കെ കണ്ട് പരിചയമുള്ള ആൾ നമ്മളെ ഡയറക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം. മിസ്റ്റേക്ക് മനസ്സിലാക്കാം. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ പ്രൊജക്ട്സ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കുറെ ഓഡിഷൻ ട്രൈ ചെയ്യുന്നുണ്ട്. പലരും വിളിക്കാന്ന് പറഞ്ഞു, ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഇതുവരെ കൺഫേം ആയിട്ട്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. സിനിമ തന്നെയാണോ ആഗ്രഹം? സിനിമയിൽ തന്നെ നിലനിൽക്കണം? സിനിമ തന്നെയാണ്. എങ്ങനെ അഭിനയം തന്നെയാണോ അതോ ഡയറക്ഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ താല്പര്യം? ആക്ടിങ് ആണ് താല്പര്യം. അപ്പൊ ഇതിലെ നായകനും നായിക എല്ലാവരും പുതുമുഖങ്ങളാണ്. അവരുടെ കൂടെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നായകന്റെ കൂട്ടുകാരായിട്ടാണ്. കൂട്ടുകാരായിട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ആദ്യം നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നായകനെ അതിന് മുമ്പ് മീറ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ മൂന്നുപേരും ഒന്ന് മിങ്കിൾ ചെയ്ത് സെറ്റായി. പക്ഷേ അവനെ മീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഒരു ഐഡിയ ഇല്ല ഇത് ആരാണ് എന്താണ്. ഫസ്റ്റ് ഷൂട്ടിന് നിൽക്കുമ്പോഴാണ് ഫേസ് കാണുന്നത്. പക്ഷേ ഒരു 2 ദിവസം ആയപ്പോഴത്തേക്ക് നല്ല ബോണ്ടായി. പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞാണെങ്കിലും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്, ഇടയ്ക്ക് കാണാറുണ്ട് നമ്മൾ. നായകനാണെങ്കിലും പുതിയൊരാളാണല്ലോ. അതെ അതെ. മൊത്തത്തിൽ എല്ലാവർക്കും ടെൻഷനാണ്. ഫസ്റ്റ് ദിവസം തന്നെ പരിചയപ്പെട്ടെങ്കിൽ ഹീറോ ഇങ്ങനെ വന്നു. പുള്ളിങ്ങനെ മേക്കപ്പ് മുടിയൊക്കെ ഹീറോ നമ്മുടെ അവസ്ഥ തന്നെ ടെൻഷനുണ്ട്. ആദ്യം കണ്ടപ്പോൾ മലയാളിയാന്ന് പോലും മനസ്സിലായില്ല നായകനെ. വേറെ മുടിയൊക്കെ വളർത്തിയിട്ട് ഇപ്പൊ കണ്ടല്ലോ ഈ പോസ്റ്ററിലുള്ള മുടിയൊക്കെ വളർത്തി വേറെ ആ ഒരു ക്യാരക്ടറിന്റെ ലുക്കിലായിരുന്നു. അപ്പൊ നമ്മുടെ സിനിമ ഏതൊരു ജേണലിൽ വരുന്ന സിനിമയാണ്? ഒരു പഴയകാല 1975 നടക്കുന്ന ഒരു ലവ് സ്റ്റോറി. സിനിമയുടെ പേര് അടിയന്തരാവസ്ഥ കാലത്തെ നടക്കുന്ന ഒരു കഥയാണ്. ഈ ലവ് സ്റ്റോറിയെക്കാട്ടിലും പറയുമ്പോഴത്തേക്ക് ഒരു
ഒരു 10-24 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളും അത് എങ്ങനെ പുള്ളി ഓവർകം ചെയ്യുന്നു എന്നുള്ളതാണ് മെയിൻ കണ്ടന്റ്. അതിൽ ഈ പ്രേമം എത്രത്തോളം അതിൽ ഒരു ഫാക്ടർ ആവുന്നു എന്നുള്ളതൊക്കെ ഒരു വലിയൊരു കാര്യം. ഈ ഒരു ലവിനെ ബേസ് ചെയ്യാൻ പല പ്രശ്നങ്ങളും ഉണ്ടാവുകയും അയാളുടെ ലൈഫിനെ എങ്ങനെ അഫക്ട് ചെയ്തു. ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ അതിലെങ്ങനെയാണ് നമ്മുടെ ഒരു പ്രോബ്ലം നിങ്ങളെങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടേഴ്സാണ്. അവനെ എങ്ങനെ എങ്ങനെ കോമഡി ക്യാരക്ടേഴ്സ് ആണോ അതോ സീരിയസ് ആയിട്ടുള്ള ഒരു അങ്ങനെയല്ല എന്തോ ഞങ്ങളുടെ ക്യാരക്ടർ അതിലെങ്ങനെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇതുണ്ട്. ഡയലോഗ്സ് ഒക്കെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ആരാണ് ഇതിൽ കോമഡി ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ആരാണ്? ആരും നമ്മളെ ചിരിപ്പിക്കോ? അല്ല, പല പല സീരിയസ് കാര്യങ്ങളും ചെയ്തു വന്നപ്പോഴത്തേക്ക് തമാശ ആക്കി സാറിന് അത് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് അങ്ങനെ തന്നെ മതി എന്നുള്ള രീതിക്ക് പോയതാണ്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയാണ്? സിനിമയുടെ ലൊക്കേഷൻ ഒറ്റ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അവിടെ. ഒരു അതായത് ഒരു വെള്ളത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലം വേണം. 1975 കാലഘട്ടത്തിലാണ് ഒരു പഴയ കാലഘട്ടം കാണിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഇലക്ട്രിക് ലൈൻ വന്നാലും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ. നമ്മളാകെ ഈ ഫോട്ടോസിലും പിന്നെ പഴയ സിനിമകളിലും അല്ലാണ്ട് നമുക്കും ഒരു ഐഡിയ ഇല്ല. അല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു പഴയ സിനിമ കണ്ടിട്ടൊന്നും അറിയില്ല. അപ്പൊ ഇത് അതിനൊരു തുടക്കമെന്ന് തോന്നുന്നു. കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ 2K കിഡ്സ് എന്ന് പറയുന്നത് അവരൊന്നും ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ സിനിമകൾ മാത്രമല്ല കാണുന്നത്. അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് സാർ. അതായത് നമ്മളിപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് പഴയകാലം കാണിക്കുന്നത്. അതിലൊന്നും ഇതുവരെ കാണിക്കാത്ത രീതിക്കുള്ള പഴയ കാലങ്ങൾ. കാരണം സാറിൻ്റെ കാലഘട്ടമാണ് ആ ഒരു ഇത് മാക്സിമം കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ സിനിമകളാണ് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമ കൊണ്ടുവരുമ്പോൾ എത്രത്തോളം വില്ലിങ് ആയിരിക്കും, അല്ലെങ്കിൽ എത്രത്തോളം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നു തോന്നുന്നു? ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ട്. അതെ സമകാലീനമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ചാണ്. ഇതെന്ന് പറയുമ്പോൾ 75-ലെ ഒരു കഥയാണ്. ഇപ്പോൾ കൂടുതൽ കോസ്റ്റ്യൂം ആണെങ്കിൽ തന്നെ കഥയാണെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് റിലീസ് ആയിരുന്നു. അപ്പോൾ അതാണെങ്കിൽ പോലും നമ്മൾ അന്നത്തെ ഒരു കാലഘട്ടം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ട്രെൻഡിന്റെ ഇടയിൽ മറ്റൊരു അല്പം വ്യത്യസ്തമായിട്ടൊരു ചിത്രം തന്നെയാണ്. അത് നമ്മുടെ ഇപ്പോൾ ന്യൂ ജനറേഷൻ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കണ്ടാൽ എന്തായാലും ഇഷ്ടം. കാരണം ഈ പറയുന്ന ഇപ്പം ലെറ്റർ വഴിയുള്ള പ്രേമം ഇതൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇനിയുള്ള കുട്ടികൾക്ക് അതെനിക്ക് തോന്നുന്നില്ല ഉണ്ടാവും. പക്ഷെ അവര് തിയേറ്ററിലേക്ക് വന്ന് കാണും എന്ന് തോന്നുന്നുണ്ടോ? ഫാമിലീസ് ഉറപ്പായിട്ടും വരുമെന്നൊരു വിശ്വാസമുണ്ട്. കാരണം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അവർക്ക് പഴയ കാലത്തേക്കുള്ള ഓർമ്മകളും ഒക്കെ സമ്മാനിക്കും. കാലമല്ല ശരിക്കും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത്. ആ ഒരു കഥയും ആളുകളെ നമുക്ക് എൻഗേജ് ചെയ്യിപ്പിക്കാൻ, അവരെ വിസ്മയിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓഡിയൻസ് അല്ല, ഇപ്പോഴത്തെ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഹോട്ടായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫൈറ്റ് അങ്ങനെയൊക്കെ. അതിപ്പം നമുക്ക് ഇതിപ്പോൾ മലയാളത്തിൽ നിലവിൽ ഇങ്ങനെ ഇടയ്ക്കൊരു ട്രെൻഡ് വരും, അതിങ്ങനെ മാറും. എന്തായാലും മാറും. എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും. പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ പേരൻസിൻ്റെ ഒക്കെ ഒരു ഇത് വെച്ചിട്ട് അവർക്കൊക്കെ ഇഷ്ടപ്പെടും. ഞങ്ങളുടെ കാലം ഇങ്ങനെയായിരുന്നു, കണ്ടോ കഷ്ടപ്പാട് അതൊക്കെ. ഇപ്പൊ സിനിമയുടെ പേര് അടിയന്തരാവസ്ഥ കാലത്തെ അനുരാഗം. അതേപോലെ ഭയങ്കര സ്ട്രഗിളും ഒക്കെ ഉള്ളൊരു പ്രണയമാണോ ഈ സിനിമയിൽ കാണിക്കുന്നത്? സ്ട്രഗിൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ അതായത് സ്ട്രഗിളിനെക്കാളും ഉപരി അത് ആ കാലഘട്ടത്തിൽ അവർക്കതൊരു സ്ട്രഗിൾ അല്ല. കാരണം അവർക്കത് അവരുടെ സ്ഥിര ജീവിതത്തിൽ അത് ഭാഗമായ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ സ്ട്രഗിളായിട്ട് മാക്സിമം കാണിക്കാണ്ട് നമ്മൾ എല്ലാം രസകരമായിട്ട് എങ്ങനെ ഉൾപ്പെടുത്തി കൊണ്ടുപോകാന്നുള്ളൊരു രീതിയാണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾക്ക് മറക്കാനാവാത്തൊരു ലൊക്കേഷൻ എക്സ്പീരിയൻസ് എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഡയലോഗിൻ്റെ സാധനമാണ്. നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത് ഈ സോങ്ങിൻ്റെ പാട്ട്. ഈ ഒരു കലങ്ങിൽ വെച്ചിട്ട് ആ കലങ്ങ് സെറ്റാണ്. അപ്പോഴത്തേക്ക് അവിടെ വെച്ചിട്ടുള്ള ഒട്ടും മറക്കാൻ പറ്റത്തില്ല, ഒരിക്കലും മറക്കാൻ എന്താ ഒരു ഒന്ന് ശരിയാവോ? ശരിയാൻ പറ്റില്ലതാണോ? അല്ല, അത് ഭയങ്കര രസമായിരുന്നു. അത് നമുക്ക് ആദ്യം ഇത് വായിച്ച് കേൾപ്പിച്ചത് ആ സീനേ അല്ല. നമ്മൾ എടുത്തു വന്നപ്പോഴത്തേക്ക് സാറ് സ്പോട്ടിൽ നമുക്ക് സെറ്റ് എക്സ്പീരിയൻസ് മുമ്പില്ലല്ലോ. അതായത് ഇവൻ വെള്ളത്തിലോട്ട് വീഴുന്ന ഒരു സംഭവം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നമ്മളതിന് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓക്കെ, അതൊന്ന് എങ്ങനെയായിരിക്കും സംഭവം, എങ്ങനെ വീഴുന്നു, അല്ലോ ആഴം, അങ്ങനെ പറഞ്ഞ് നീന്താനറിയില്ലേ? രണ്ട് മുണ്ട്, അങ്ങനെ പറഞ്ഞു. നീ സൂക്ഷിക്കണം, നല്ല
നല്ല ആഴമുള്ള വെടിവ് ചെയ്ത് അവനായിട്ട് ചേട്ടൻ നല്ല ആഴം കാണുമോ മരം നാണോ വീഴുന്നത് അവരുടെ പേടിയാണ് നീന്താനൊക്കെ ആൾക്കാരുണ്ട് പിടിച്ചു താഴെ വലയിടാം, താഴെ നോക്കിയപ്പോ പാറ. നമ്മള് അടിയൊഴുക്കുള്ള എന്തോ സ്ഥലമാണെന്ന് കരുതിയത്, പക്ഷേ ഇത് കുഞ്ഞൊരു കലഞ്ഞായിരുന്നു. അപ്പൊ വീണ എങ്ങനെ ആയിരിക്കും അപ്പം സംശയം ഞങ്ങളോട് അറിയത്തില്ല. അതിന്റെ റിസ്ക് കാരണം സാർ അത് ആ സ്പോട്ടിൽ അത് മൊത്തത്തിൽ മാറ്റിയിട്ട് അതിലും നന്നായിട്ടൊരു സീനാണ് ആ സ്പോട്ടിൽ പ്ലാൻ ചെയ്തത്. അത് നമ്മൾ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലേ. നമ്മൾ ഫസ്റ്റ് സെറ്റ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഡയലോഗ് ഉള്ളു. കാരണം അതിനു മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മള് ഒരു സോങ് കട്ടും അങ്ങനെയൊക്കെ വന്നിട്ട് ചുമ്മാ നിന്നാ മതി, നമുക്ക് അഭിനയിക്കേണ്ട ആവശ്യം പോലും വന്നിട്ടില്ല. നമുക്ക് നല്ല രീതിയിൽ ഡയലോഗ്സ് ഒക്കെ ഉള്ള നമ്മൾ ത്രൂ ഔട്ടുള്ള ഇതാണ്. തുടക്കം മുതൽ അവസാനം വരെ അവന്റെ ഒരൊറ്റ കാലഘട്ടം മാത്രമാണ് കാണിക്കുന്നത്. അതായത് ഒരു കാലഘട്ടം, ഒരു 80s കാലഘട്ടം, പിന്നെ ഒരു കാലഘട്ടം. സാധാരണ സിനിമ 75 കാണിച്ചപ്പോ 2023 ഇങ്ങനെ ഒരു മാറ്റം വരും. നമ്മുടെ ഒരു വളർച്ച, നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നത് അതെങ്ങനെ എന്തായി. കോളേജ് സ്റ്റുഡൻസ് ആയിട്ടാണ്. കോളേജ് സ്റ്റുഡൻസ് അല്ല, ഒരു ഗ്രാമത്തിലെ ഒരു പഠനമൊക്കെ കഴിഞ്ഞ് അല്ല, പ്രായം 23 ആ ഒരു ഏജിലുള്ളവരുടെ സ്ട്രഗിൾസ് ആണ് കാണിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങാണ്. എന്താണ് 3 പേർക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. കാരണം നമ്മൾ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് ഷോർട്ട് ഫിലിംസ് ആണെങ്കിലും മറ്റേ സിനിമകളുടെ അവസരമൊക്കെ തേടി നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇതൊക്കെ കണ്ട് പ്രൊഫൈൽ കണ്ടിട്ട് നമ്മളെ ചിത്രത്തിലേക്ക് വിളിക്കുകയും നല്ലൊരു വേഷം. കാരണം തുടക്കം പലർക്കും ചെറിയ കൂട്ടത്തിൽ നിൽക്കുക അങ്ങനെയൊക്കെയുള്ള വേഷമായിരിക്കും കൂടുതലും കിട്ടും. അത്യാവശ്യം ത്രൂട്ട് ഒരു വേഷം തരികയും അത്യാവശ്യം അദ്ദേഹം ഒരുപാട് നമ്മൾ ട്രെയിൻ അപ്പം ഒരു സിനിമ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും ഒരുപാട് കാര്യം മനസ്സിലാക്കിയൊക്കെ നമുക്ക് ഈ ചിത്രം പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചിത്രത്തിന് ഭാഗമാകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഒരു ട്രെൻഡിനനുസരിച്ചല്ല, ഇന്നത്തെ 75-ലെ ഒരു കഥയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ദരിദ്രാവസ്ഥയുണ്ട്, പ്രണയമുണ്ട്, പ്രണയത്തിനെ സംബന്ധിച്ച് മറ്റു പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ലൊരു ചിത്രമായിരിക്കും. അതായത് പോയി കാണണം. എന്താണ് പറയാനുള്ളത്? ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് സിനിമയാണെല്ലാം. അതായത് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാളുകളിൽ അതായത് സിനിമയിൽ എത്തിപ്പെടുക, സിനിമ മാത്രമായിട്ട് ജീവിക്കുക എന്ന്. അതായത് എൻ്റെ വീട്ടിലൊക്കെ എങ്ങനെ സപ്പോർട്ടാണോ? വീട്ടിൽ അത്യാവശ്യം സപ്പോർട്ടാണ്. ഇപ്പോൾ എൻ്റെ ഹോബീസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ സിനിമ ആണല്ലോ തന്നെയാണ്. എനിക്ക് സിനിമ ഒഴിച്ചു വെച്ച എൻ്റെ ലൈഫിൽ എനിക്ക് പറയാനായിട്ടൊന്നുമില്ല. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ്. എന്തായാലും ഇവിടെ നിന്ന് എനിക്ക് ഒരുപാട് മുന്നോട്ട് വരണം. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം. എന്തായാലും ഈ സിനിമ എന്തായാലും കാണുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്ക്. കാരണം ഇപ്പം നമുക്ക് എന്തായാലും ഇപ്പോഴത്തെ ഒരുപാട് സിനിമകൾ, ഇപ്പോൾ പഴയ കാലഘട്ടം കാണിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട്. അവരൊക്കെ മിസ് ചെയ്തു പോയ പല കാര്യങ്ങളും നമുക്കിത് കാണിക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കും. ഇതെന്തായാലും കാണുന്നത് കൊടുത്ത പൈസയ്ക്ക് അത് മുതലാവും. തുടക്കം തന്നെ ആലപ്പി സാറിൻ്റെ പടത്തിൽ ഇങ്ങനെ റോൾ കിട്ടിയത് ഭയങ്കര സന്തോഷം. കാരണം നസീറിനെ വെച്ച്, ലാലേട്ടനെ വെച്ച്, മമ്മൂക്കെ വെച്ച്, ഒരുപാട് താരങ്ങളെ വെച്ച് സിനിമ എടുത്തിട്ടുള്ള ഡയറക്ടർ സാറാണ്. അവരുടെ ലിസ്റ്റിലേക്ക് തുടക്കം തന്നെ അങ്ങനെ കിട്ടിയത് ഭയങ്കര ഭാഗ്യം. അത് വലിയൊരു ഭാഗ്യമാണ്. ഭാവിയിലും ഇതിലും മികച്ച റോളുകൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു തുടക്കം. ഇതിലെ ക്യാരക്ടേഴ്സ് ഞങ്ങൾക്ക് 3 പേർക്കും ചേരുന്ന ക്യാരക്ടേഴ്സ് തന്നെ വന്നിരിക്കുന്നത്. എങ്ങനെ കോമഡി ചെയ്യാനാണോ കൂടുതൽ താല്പര്യം? എനിക്ക് മെയിൻലി കോമഡി ചെയ്യാനാണ് താല്പര്യം. ഞാൻ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ട്. മിമിക്രി ചെയ്യോ? എന്നാലും ഒരു 2 സാധനങ്ങൾ നോക്കട്ടെ. മൈക്കൊന്ന് അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രേം നസീറിനെ തന്നെ, പ്രേം നസീർ ഒരു പാട്ട് പാടിയാൽ എങ്ങനെയുണ്ടെന്നാണ് ചുട്ടുമരിക്കണ ചൂപാമ്പ് ഒബാമ വന്ന് വിളിക്കൂ. അടുത്തത് പഴയകാല ഉമറിനെ തന്നെ കാണിക്കാം. നമ്മുടെ ഡയറക്ടറെ കാണിക്കോ? ഈസി അല്ലേ? ഡയറക്ടർക്ക് അറിയോ ഇങ്ങനെ മിമിക്രി ചെയ്യുന്ന ഒരാളാണ്? എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചായിരുന്നു. ഫസ്റ്റ് ഓഡീഷന് വിളിച്ചപ്പോൾ തന്നെ ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ, നേരത്തെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, മിമിക്രി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ 1-2 എണ്ണം ചെയ്യിപ്പിച്ച്. പിന്നെ പുള്ളി പറഞ്ഞ് അതുപോലെ നായകൻ്റെ ഒരു കൂട്ടുകാരൻ ക്യാരക്ടർ ഉണ്ട്, അതിൽ അഭിനയിക്കാം, നിൽക്കാവോ? ഞാൻ പറഞ്ഞു സന്തോഷം.
ശരി, ഇന്നത്തെ കാലത്തെ മിമിക്രി ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അഷ്റഫ്. കാരണം തുടക്കകാലത്ത് മിമിക്രിയിൽ നിന്നാണ് അദ്ദേഹം വന്നത്. അതെ അതെ, അതാ ഞാൻ പറഞ്ഞ ഇൻസ്പിറേഷൻ ആണെന്ന്. ഇപ്പത്തെ മിമിക്രിയിൽ നിന്ന് ഡബിങ് ആർട്ടിസ്റ്റായി, പിന്നെ ആക്ടറായി, പിന്നെ ഡയറക്ടറായി, ഇപ്പൊ എല്ലാ മേഖലയിലും ഉണ്ട്. അവരുടെ ഒരു സിനിമയിൽ ആളുടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ശരിക്കും പറഞ്ഞ ഭാഗ്യം തന്നെ. നല്ലൊരു ക്യാരക്ടർ ചെയ്തു. ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ആഹാ. അതുപോലെ തന്നെ കുര്യച്ചൻ വാളക്കുടി സാറ് ഹരിഹര നഗർ കണക്കൊരു പടമൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അതും പുതുമുഖങ്ങളെ വെച്ചായിരുന്നല്ലോ. അവരൊക്കെ മിക്കതും പുതുമുഖങ്ങളായിരുന്നു. അന്നത്തെ മുകേഷ് പിന്നെ എല്ലാവരും ഇപ്പോഴും നമുക്ക് ആ പടം കണ്ട ഒരു അങ്ങനെ ഒരു പടത്തിന്റെ പ്രൊഡ്യൂസർ കൂടെ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഭാഗ്യം തന്നെ. അതെ അതെ, അദ്ദേഹം നമ്മൾ പക്ഷേ മാക്സിമം കംഫർട്ടബിൾ ആണോ എന്ന് എപ്പോഴും അന്വേഷിക്കും. ഇപ്പം ഷൂട്ട് കഴിഞ്ഞാലും ഡബിങ്ങിന്റെ ടൈം ആണെങ്കിലും അത് കഴിഞ്ഞിട്ടാണെങ്കിലും വിളിച്ചിട്ട് കണ്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ നല്ല സപ്പോർട്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊന്ന് പറയും നിങ്ങൾ നല്ലപോലെ ചെയ്ത് ഇത് എല്ലാം കഴിഞ്ഞപ്പോഴും ഞങ്ങളെ ഫോൺ വിളിച്ച് ഞങ്ങളുടെ അടുത്ത് എല്ലാം പറഞ്ഞു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഡയലോഗ്സ് എടുത്ത് പറഞ്ഞിട്ടൊക്കെ സാർ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ പറയുമ്പോൾ നമുക്ക് അതെ, അതൊരു ഗംഭീര ഒരു തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സിനിമ റിലീസാകുമ്പോൾ ഒരു ഗംഭീര വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും നല്ല നല്ല റോളുകൾ, നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ റോളുകൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ.